ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്ന പൊട്ടറ്റോ എഗ് മസാലയുടെ റെസിപ്പിയാണ്. ഇതിനായിട്ട് കുറച്ച് പൊടികൾ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പൊടികളിങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കാം. ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ 1/2 കിലോളം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിവിടെ മതിയാവും. ഒത്തിരി വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇത് പകുതിയോളം ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഒത്തിരി ഉടഞ്ഞു പോകാതെ നോക്കണം. വേവാനായി അല്പം വെള്ളം തെളിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇങ്ങനെ ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം 1 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നന്നായി പൊടിച്ചെടുക്കാം. അതും നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം മുളക് പൊടിയും ചേർത്ത് മുട്ട കുറച്ച് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മുട്ടയും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് 1 കഷ്ണം കറുവപ്പട്ട, 4 കരയാമ്പൂ, 3 ഏലക്കായ, 2 വഴനയില ചേർത്ത് നന്നായി ഫ്രൈ ചെയ്യുക. ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായി കളർ ചേഞ്ച് ആവുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 5-6 പച്ചമുളക്, 8 അല്ലിയോളം വെളുത്തുള്ളി കട്ട് ചെയ്തത്, 1 വിരലിൻ്റെ പകുതിയോളം ഇഞ്ചി കട്ട് ചെയ്തത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലപ്പൊടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തക്കാളി കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് കുക്കാവാനായിട്ട് അല്പം വെള്ളം നമുക്ക് ചേർക്കാം. ശേഷം മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർക്കാം. ഇവിടെ വെള്ളം കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അല്പം വെള്ളം ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെയും പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് ഒരു 5 മിനിറ്റോളം ഈ ഗ്രേവിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കറി ഒത്തിരി ഡ്രൈ ആയി പോവുകയാണെങ്കിൽ അല്പം വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇത് സ്പ്രിംഗ് ഓണിയൻ ആണ്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ടു. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ഇതിലേക്ക് ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചേർത്ത ബേ ലീഫൊക്കെ ഈ സമയം നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട വിളമ്പുന്നതിന് മുന്നായിട്ട് മുകളിലായിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഭംഗി മാത്രമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വെജിറ്റേറിയൻസിന് മുട്ട ഒഴിവാക്കാവുന്നതാണ്. ഇത് വെച്ച് പനീർ വെച്ചും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടമാവും. ചോറിനൊക്കെ കൂട്ടാവുന്ന നല്ലൊരു കറിയാണ്.